മധുവിധു രാത്രിയിലെ മൂഷികൻ. എലിയെയും പാറ്റയും ഒക്കെ കണ്ടാലുള്ള മാനസികാവസ്ഥ ഒരു ആണിലും പെണ്ണിലും എങ്ങനെയായിരിക്കും? ഒരു കുഞ്ഞു ചുണ്ടലിയുടെ ഒരു കുഞ്ഞു പരാക്രമം. അത് നവവധൂവരന്മാരായ ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും ആദ്യ രാത്രിയിലായാൽ എങ്ങനെയായിരിക്കും? നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ നായികാനായകന്മാരായ നവദമ്പതികൾ അവരുടെ ആദ്യ രാത്രിയിൽ മണിയറയിലോട്ട് പ്രവേശിക്കുന്നു. എന്നിട്ടൊന്നുണ്ടായി. അവശതപ്പൂണ്ടൊരു മധുവിധുരാവിലവസ്ഥയിലങ്ങനെ സ്വപ്നം കാൺകേ. എങ്ങനെ? അവശതപ്പൂണ്ടൊരു മധുവിധുരാവിലവസ്ഥയിലങ്ങനെ സ്വപ്നം കാൺകേ. അപ്പൊ അവര് സ്വപ്നം കാണുമായിരുന്നു, വേറെ ഒന്നായിരുന്നില്ല കേട്ടോ. പിന്നെയോ, തട്ടിൻമോളിൽ പരപരമാന്തൽ താഴേത്തറയിൽ ചറപറകീറൽ. തട്ടിൻമോളിൽ പരപരമാന്തൽ താഴേത്തറയിൽ ചറപറകീറൽ. ചക്കര ഭരണിയിൽ താളം കൊട്ടൽ ചാക്കിലെ നെല്ലിൽ കശപിശ കൂടൽ. ഹോ, ഈ ചറപറ ശബ്ദം എവിടുന്ന? എന്തായി സംഭവിക്കുന്നത്? നോക്കാം. മൂഷികനൊരുവൻ വന്നത് മൂലം രാത്രിയിൽ എന്നുടെ നിദ്രകൾ പോയി. മൂഷികനൊരുവൻ വന്നതു മൂലം രാത്രിയിൽ എന്നുടെ നിദ്രകൾ പോയി. ഭഗവാനെ, ഇവൻ എവിടുന്ന ഇപ്പം കേറി വന്ന്? എങ്ങനെ ഇവിടെ കേറിപ്പറ്റി അതുമീ നമ്മുടെ മധുവിധുരാത്രി? എന്തിനിതെന്നുടെ വീട്ടിൽ കേറി ചിന്തിതനായി ഞാൻ കണ്ണു തിരുമ്മി. എന്നാലും ഈ രാത്രിയിൽ ഇവൻ എന്തിനാ ഇവിടെ കേറിപ്പറ്റിയ? നമ്മുടെ മധുവിധു ക്രീഡകൾ നോക്കി രമിക്കാനെത്തിയ ലംബടനാണോ? നമ്മുടെ മധുവിധു ക്രീഡകൾ നോക്കി രമിക്കാനെത്തിയ ലംബടനാണോ? അയ്യേ, അതിനൊന്നും ആയിരിക്കില്ല. ചേച്ചേ, അപ്പൊ പിന്നെ വേറെന്തിനായിരിക്കും? സമ്മാനങ്ങൾ കട്ടുകരണ്ട് ഗമിക്കാനെത്തിയ ഭീകരനാണോ? അതിനൊരു സാധ്യതയുണ്ട്. നമ്മുടെ മധുവിധു ക്രീഡകൾ നോക്കി രമിക്കാനെത്തിയ ലംബടനാണോ? സമ്മാനങ്ങൾ കട്ടുകരണ്ട് ഗമിക്കാനെത്തിയ ഭീകരനാണോ? ഇവൻ പണ്ട് എനിക്ക് ചെയ്ത ദ്രോഹം ചില്ലറയൊന്നും അല്ല. ഇവനെന്താ ചെയ്തെന്നറിയോ? പണ്ടിവൻ എന്നുടെ പണവും തുണിയും തുണ്ടം തുണ്ടം കീറി മുറിച്ചു. പണ്ടിവൻ എന്നുടെ പണവും തുണിയും തുണ്ടം തുണ്ടം കീറി മുറിച്ചു. അത് മാത്രോ? പിന്നെ നെല്ലും പയറും ചക്കക്കുരുവും തൂളികളായി നീ മാറ്റിയെടുത്തു. ഓ, നെല്ലും പയറും ചക്കക്കുരുവും തൂളികളായി നീ മാറ്റിയെടുത്തു. പിന്നെ എന്തുകൊണ്ടാ ഞാനിവനങ്ങ് വെറുതെ വിട്ടുകളഞ്ഞത്? കൊല്ലാനുള്ളൊരു ശങ്കകൾ മൂലം. അതാണ്, കൊല്ലാൻ മടിയായിരുന്നു. കൊല്ലാനുള്ളൊരു ശങ്കകൾ മൂലം തല്ലാതിതുവരെ വെറുതെ കളഞ്ഞു. എന്നാ പിന്നെ ഇന്ന് നോക്കാം. ഇന്നിനി ഇവനെ വിട്ടുകളിക്കാൻ ഞാനിനിയൊട്ടും തയ്യാറല്ല. കാലിൽ കമ്പി തുളച്ചു കയറ്റി വാലിൽ തൂക്കി കെട്ടിത്തൂക്കും. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ഇന്നിനി ഇവനെ വിട്ടുകളിക്കാൻ ഞാനിനിയൊട്ടും തയ്യാറല്ല. കാലിൽ കമ്പി തുളച്ചു കയറ്റി വാലിൽ തൂക്കി കെട്ടിത്തൂക്കും. എന്നാലും അത് വേണോ? പോറ്റി വളർത്തും മൂഷകനെവിടെ? എവിടെ നമ്മുടെ മൂഷിക സൂത്രം? പോറ്റി വളർത്തും മൂഷകനെവിടെ? എവിടെ നമ്മുടെ മൂഷിക സൂത്രം? ആവശ്യത്തിന് ഉതകില്ലാത്തൊരു പെട്ടിയും പൂച്ചയും ഇവിടിനി വേണ്ട. ആവശ്യത്തിന് ഉതകില്ലാത്തൊരു പെട്ടിയും പൂച്ചയും ഇവിടിനി വേണ്ട. നമ്മുടെ പൂച്ചയാണെങ്കിലോ എവിടെ നോക്കിയാലും ആ ജ്യേഷ്ഠയെ കാണാൻ കിട്ടില്ല. എലിപ്പെട്ടിയോ അതൊട്ട് കാണാനുമില്ല. പിന്നെ എന്തിനാ എനിക്ക് ഇവയൊക്കെ? വിരലുകൾ ചുമരിൽ അമരും നേരം മുറിയിൽ രാവിൽ വെട്ടം വീണു. അങ്ങനെ സ്വിച്ചിട്ടു, വെളിച്ചായി. അപ്പൊ നമുക്ക് എലിയെ പരതാം. അയ്യോ, അതാ ഓടും എലിയുടെ നോട്ടം കണ്ടിട്ട് എന്നുടെ സിരകളിൽ മർദ്ദം കൂടി. അവനെങ്ങനെ അവിടെ ഇവിടെ ഓടിക്കളിക്ക. ഓടും എലിയുടെ നോട്ടം കണ്ടിട്ട് എന്നുടെ സിരകളിൽ മർദ്ദം കൂടി. ബഹള വെളിച്ചം തട്ടിയ നേരം ഞെട്ടിയുണർന്നു പുതുമണവാട്ടി. അപ്പോ അതുവരെ അവളങ്ങനെ സുഖിച്ച് കിടക്കുമായിരുന്നു. എന്താ, ക്ഷീണല്ലേ? വെളിച്ചൊക്കെ തട്ടി ഒച്ചപ്പാടും ബഹളൊക്കെ കേട്ടപ്പോ അവളങ്ങ് ഞെട്ടി എഴുന്നേറ്റ്. എന്തിതു കഥയെന്നുര ചെയ്യുന്നു പന്തം കണ്ടു പകച്ചതുപോലെ. ഓ, എന്താ ഇത് കഥ?
ഒരു എലിയ. അയ്യോ, എലിയാണെന്നത് കേൾക്കും മുന്നേ ഉടുവസ്ത്രങ്ങളുമില്ലാതെ ഓടി. അപ്പൊ അവക്കെന്താ, വസ്ത്രം ഉണ്ടായിരുന്നില്ലേ? അയ്യോ, അതെനിക്കറിയില്ല. എലിയാണെന്നത് കേൾക്കും മുന്നേ ഉടുവസ്ത്രങ്ങളുമില്ലാതെ ഓടി. കാലുകൾ വെക്കുന്നില്ല മണ്ണിൽ, കാലിക ബോധം തീരെയില്ല. പിന്നെയോ, കിടക്ക കുടുക്ക ഉടുപ്പുകളെല്ലാം കോരി വലിച്ചു പുറത്തു കളഞ്ഞു. വെറുമൊരു എലിയുടെ ചാട്ടം കണ്ടിട്ടെന്നുടെ ധർമ്മിണി അലറി വിളിച്ചു. ഓ, ഒന്നും പറയണ്ട. ഒരു എലിയെന്ന് കേട്ടപ്പോ തുണിയില്ലാതെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുക. കഷ്ടം. മണവാളനാണെങ്കിലോ, അവൻ വടിയെടുത്ത് എലിയുടെ പിന്നാലെ. കുറുവടി കത്തികൾ അങ്ങനെ പലതും ജടുതിയിൽ അങ്ങനെ പരതി നടന്നു. ഓടി നടക്കും എലിയെ കൊല്ലാൻ മോടിയിൽ അതുമിതുമായുധമായി. ഓടി നടക്കും എലിയെ കൊല്ലാൻ മോടിയിൽ അതുമിതുമായുധമായി. അവൻ കിട്ടിയതൊക്കെ എടുത്തെറിയാൻ തുടങ്ങി. അപ്പോ നമ്മുടെ മൂഷികനോ, ചുമരിൽ കേറിയ മൂഷിക വീരൻ ഘടികാരത്തിനുള്ളിൽ കേറി അവിടെ നിന്നും ചാടിയിറങ്ങി ചുവടെയുള്ളൊരു മാളം പോകി. ഹോ, അവനൊരു മാളത്ത് കയറിപ്പോയി. ഒരു കാര്യം ചെയ്യാം, കമ്പിയെടുത്തു തുരക്കും നേരം തുമ്പില്ലാത്തൊരു ഓട്ടം ഓടി അലറി വിളിക്കും മണവാട്ടിയുടെ കാലിൽ ചാടിക്കേറാൻ നോക്കി. ഹോ, പിന്നത്തെ കഥയോ, എലിയുടെ പാദം തൊട്ടൊരു നേരം പെണ്ണിൻ ബോധം താഴെ പോയി. എലിയുടെ പാദം തൊട്ടൊരു നേരം പെണ്ണിൻ ബോധം താഴെ പോയി. അവള് തപ്പോ താഴോട്ട് വീണു. അപ്പോ പെട്ടെന്ന് ചക്ക പോലെ താഴെ വീണ് കിടക്കുന്ന പെണ്ണിനെ കണ്ടപ്പോ എലിയുടെ കഥ എന്തായെന്നറിയോ? വീണുകിടക്കും പെണ്ണിനെ നോക്കി എലിയദ്ദേഹം പതറിപ്പോയി. ആ ഒരു അവസ്ഥ കണ്ടിട്ട് നമ്മുടെ എലിയച്ചാർക്ക് പോലും ഒരു പതർച്ച. എന്തിനാണെന്ന് എനിക്കറിയില്ല. വീണുകിടക്കും പെണ്ണിനെ നോക്കി എലിയദ്ദേഹം പതറിപ്പോയി. പക്ഷെ പെണ്ണ് വീണ് കിടക്കുന്നതൊന്നും മണവാളിനിപ്പോ ഒരു പ്രശ്നേ അല്ല കേട്ടോ. വീണൊരു പെണ്ണിനെ നോക്കിയിടാതെ വീണ്ടും പോയി എലിയുടെ പിന്നിൽ. വീണൊരു പെണ്ണിനെ നോക്കിയിടാതെ വീണ്ടും പോയി എലിയുടെ പിന്നിൽ. പല കളിശേഷം അങ്ങനെയൊടുവിൽ എലിയെ മുറിയുടെ മൂലയിൽ കിട്ടി. പല കളിശേഷം അങ്ങനെയൊടുവിൽ എലിയെ മുറിയുടെ മൂലയിൽ കിട്ടി. എന്നിട്ടോ, കിട്ടിയതെന്നുടെ പാതുകമായി. കിട്ടിയത് 5 നോക്കിയടിച്ചു. പിന്നെ ഒട്ടും അമാനിച്ചില്ല. ഒരു ചെരുപ്പ് കിട്ടി, എടുത്തൊരൊറ്റ അടി. കിട്ടിയതെന്നുടെ പാതുകമായി. കിട്ടിയത് 5 നോക്കിയടിച്ചു. പാതുകഭാരം തലയിൽ വീണു. മൂഷിക ജീവൻ മുകളിൽ പൊങ്ങി. അടി കൊണ്ടപ്പോ കൃത്യമായി തലയിലങ്ങ് വീണു. എലി അങ്ങ് ചത്തു. എലിയെ വാലിൽ തൂക്കിയെടുത്തിട്ട് അയൽവക്കത്തെ വീട്ടിലെറിഞ്ഞു. അതെന്തിനാ? നമ്മുടെ ഒരു പൊതു സ്വഭാവം. എലിയെ വാലിൽ തൂക്കിയെടുത്തിട്ട് അയൽവക്കത്തെ വീട്ടിലെറിഞ്ഞു. ഹാവൂ, അങ്ങനെ അങ്കത്തട്ടിൽ ഞാനിന്നങ്ങനെ ജേതാവായി. അങ്ങനെ ഇന്ന് ഞാനങ്ങ് ജയിച്ചു. ഹാവൂ, അങ്ങനെ അങ്കത്തട്ടിൽ ഞാനിന്നങ്ങനെ ജേതാവായി. ഈയൊരു എലിയുടെ വരവും കളിയും എന്നുടെ ഭീതി പരാക്രമമെല്ലാം വീടിൻ കോലം ഇങ്ങനെയാക്കി വാനരവർഗം കേറിയ പോലെ. അപ്പൊ വീടിന്റെ അവസ്ഥ അങ്ങനെയാ, കൊരങ്ങള് വന്ന് നിരങ്ങിയ മാതിരി. വീടിൻ കോലം ഇങ്ങനെയാക്കി വാനരവർഗം കേറിയ പോലെ. വെള്ളം കോരി കൊണ്ടു തളിച്ചിട്ടെന്നുടെ പെണ്ണിന് ബോധം കിട്ടി. ഈ ഒരു സമയത്തെല്ലാം മണവാട്ടി അങ്ങനെ ബോധം കെട്ട് കിടക്കുമായിരുന്നു. എലിയെ കൊന്നതോ എലി കടികൊണ്ടതോ ഒന്നും അറിയില്ല. കുറച്ച് വെള്ളമൊക്കെ കൊണ്ടുവന്നു തളിച്ചു. ഇപ്പോൾ പെണ്ണിന് ബോധം കിട്ടി. കിട്ടിയ തുണികൾ വാരിച്ചുറ്റി ഭദ്രതയോടൻ നെഞ്ചിൽ ചാഞ്ഞു. കിട്ടിയ തുണികൾ വാരിച്ചുറ്റി ഭദ്രതയോടൻ നെഞ്ചിൽ ചാഞ്ഞു. അയ്യോ, അവളങ്ങനെ നെഞ്ചു കിടക്കുക. വീടിൻ കോലം നോക്കിക്കൊണ്ടവൾ ആർദ്രതയോടെ ഇങ്ങനെ ചൊല്ലി. വീടിൻ കോലം നോക്കിക്കൊണ്ടവൾ ആർദ്രതയോടെ ഇങ്ങനെ ചൊല്ലി. ഇത്തരം അതിഥികൾ വീട്ടിൽ വന്നാൽ ഇങ്ങനെ പലതും വന്നു ഭവിക്കും. ഭവനം ചുട്ടുകരിച്ചു പുകക്കാൻ തോന്നിയിടാഞ്ഞത് എന്നുടെ ഭാഗ്യം. ഇത്തരം അതിഥികൾ വീട്ടിൽ വന്നാൽ ഇങ്ങനെ പലതും വന്നു ഭവിക്കും. ഭവനം ചുട്ടുകരിച്ചു പുകക്കാൻ തോന്നിയിടാഞ്ഞത് എന്നുടെ ഭാഗ്യം. ഇങ്ങനെ പരാക്രമം കളിച്ചിട്ട് വീട് ചുട്ടുകരിക്കാഞ്ഞതുകൊണ്ട് നമുക്കിപ്പോൾ താമസിക്കാൻ ഒരു വീട് ഇപ്പം ബാക്കിയുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, എലിയെ പേടിച്ച് ഇല്ലം ചുടരുത്. ശുഭം.